ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. നമ്മൾ വന്നിരിക്കുന്ന ഒരു BR റാങ്ക്. നമ്മൾ ടീംമേറ്റിന് നമ്മുടെ ഗിൽഡ് പ്ലെയേഴ്സ് രണ്ടാം നമ്പർ വേറെ ഏതൊരു പ്ലെയറാണ് അമ്മമാർ വിളിച്ച്. നമ്മളങ്ങനെ BR കളിച്ച് റെക്കോർഡ് ചെയ്തിട്ട് മുമ്പേ റെക്കോർഡ് ചെയ്യാൻ മറന്നു. ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്തത്. നമ്മളിങ്ങനെ പോവാം. അപ്പോൾ ഇവിടെ എനിമീസ് ഉണ്ടോ ഡൗട്ട് തോന്നി. കില്ലൊന്നും കിട്ടിയിട്ടില്ല. കില്ല് എടുത്താലേ ഒരു പ്ലസ് കിട്ടത്തുള്ളൂ. നമ്മൾ BR സീസണൊക്കെ കാര്യങ്ങളൊക്കെ അറിയും. തോനെ പുഷൊന്നും ആക്കിയില്ല, ഇടയ്ക്ക് കളിക്കുന്നതല്ല. തോനെ ഇപ്പം BR നമ്മൾ കളിക്കാറില്ല. ഗിൽഡ് വേറെ അതൊക്കെ കളിച്ച് ഗിൽഡിൻ്റെ പൊസിഷനൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞ് അങ്ങനെ ലൂട്ട് ഒരു 2 മറ്റേ ചിപ്പ് അടിച്ചപ്പോഴാണ് ഒരു പെട്ടെന്ന് കയറി വന്ന് പ്രഷറായി. പിന്നെ മെഡും ഇല്ലായിരുന്നു. ഒരു സൂപ്പർ മെഡ് ഉണ്ടായിരുന്നു. ആവുമ്പോൾ ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് എറിയാൻ നേരത്തേക്ക് ഞാൻ സാൻഡിന് ഇട്ട് അപ്പുറത്ത് ചാടിയിട്ട് അവന് അടിക്കേണ്ടെന്ന രീതി വീണ്ടും ഇവിടെ നിന്നിട്ട് കുറച്ച് ഡാം കൊടുത്തിട്ട് സാൻഡിന് വെക്കി. എന്നിട്ട് വീണ്ടും മെഡ് അടിച്ച് ഇവിടെ ഒരു അമ്മ നേരത്തെ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിച്ചായിരുന്നു. അപ്പം നമ്മളിങ്ങനെ മറ്റേ എന്തായിരുന്നു FJയിൽ ഗണ്ണ് വെച്ച് ആ തീയുടെ അത് കാര്യങ്ങളൊക്കെ ഇടാൻ നേരം എനിക്ക് ഡൗട്ട്. പിന്നെ നോക്കിയപ്പോൾ ഉണ്ട്. അങ്ങനെ ചെന്ന് അവരെ ഡൗൺ ഇട്ട് അപ്പം വേറെ വരുമെന്ന് എനിക്ക് ഉറപ്പായി. വേറെ അടിച്ചായിരുന്നു ബാക്കിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലൂ ഇട്ട് 2 86 97 കൊടുത്തിട്ട് ഫുള്ള് എനിമീസ് ആവുന്നു. നമ്മുടെ ടീംമേറ്റാണോ അറിയത്തില്ല. അങ്ങനെ നമ്മൾ വന്ന് അവനെ ആണെങ്കിൽ നെക്കി അങ്ങ് പിടിച്ച് ഫുള്ള് ബോഡി കയറി നെക്കി അങ്ങ് പിടിച്ച് അങ്ങനെ 2 കില്ലൊക്കെ ഫിനിഷാക്കി. നമ്മൾ സാൻഡിന് പെട്ടായിരുന്നു ഫുള്ളടി കിട്ടി. നല്ല ഡാമേജ് പോയായിരുന്നു. പിന്നെ വെസ്റ്റൊക്കെ പൊട്ടിയായിരുന്നു. അവിടെ ഒരു കില്ല് കടന്ന് ആ കില്ലങ്ങ് എലിമീൻ്റെ കില്ലങ്ങ് കുമ്മി അങ്ങ് നമ്മൾ. എന്നിട്ട് അടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗ്ലൂ വാളില്ലായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് വലിഞ്ഞ് കവറെടുക്കാൻ നിന്നപ്പോഴാണ് ഗ്ലൂ വാളും കിട്ടി. പിന്നെ ആ മരത്തിൻ്റെ കൂടെ കവറെടുത്ത് ഒരുത്തിന് നല്ല ഡാമേജ് കൊടുത്ത് പിന്നെ നോക്കാക്കാൻ പറ്റിയില്ല. നമ്മൾ അടിച്ചു നോക്കി. എന്നിട്ട് വേറൊരുത്തർ കയറി വരുന്നുണ്ട് അങ്ങോട്ട് ആ വുഡൻ വീട്ടിലോട്ട്. അപ്പോൾ അവനൊരു 65 കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ നേരം റിവൈവ് എന്നൊക്കെ തോന്നി. മറ്റേ ഇപ്പോൾ ഈ ഇവൻറ്റിൽ വന്നതാണ്ട. അപ്പോൾ ആ പെണ്ണിനെയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ നേരം 64 HP. അവൻ വെസ്റ്റും ഇല്ല, പെട്ട രീതിയില്ല. സാൻഡിനിടാൻ നോക്കിയപ്പോൾ 10 മീറ്റർ കൂടും. 10 മീറ്റർ മേലോട്ടായ സാൻഡിനിടാൻ പറ്റത്തില്ലല്ലോ. കഴിഞ്ഞ അപ്ഡേറ്റിൽ അങ്ങോട്ട് വന്നതായിരുന്നു. നല്ല നെറ്റ് പിങ്ങും അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നെറ്റൊക്കെ ഒരു സെറ്റ് ഇങ്ങനെ ഞാൻ അവിടെ ഒളിച്ചിരുന്ന് മെഡടിച്ച് വെസ്റ്റിൻ്റെ മറ്റേ പച്ച ഡ്രോണൊക്കെ പച്ച ടീം ബൂസ്റ്റർ എടുത്ത് വെസ്റ്റിൻ്റെ HP കൂടുന്നത് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന നേരം അടിക്കണോ. എപ്പോഴും ഡ്രോണിനകത്ത് അതിനകത്ത് മാപ്പിൽ എൽമീസ് ഉള്ളതൊക്കെ കാണിച്ച്. അങ്ങനെ നമ്മളിങ്ങനെ മേലോട്ട് നോക്കുക. അപ്പോൾ ഒരുത്തൻ കുതിര പോയി അടിക്കാൻ നോക്കി, പക്ഷെ ഒരടി പോലും കൊണ്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്ന് നോക്കും. അപ്പോഴാണ് ഈ ഒരുത്തൻ. അപ്പം അവനൊരു 106 ഒരു ഹെഡും കൂടെ കൊണ്ട് ചക്കയൊക്കെ അങ്ങോട്ട് ഹെഡ് കൊണ്ടേന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് ഇരിക്കുന്നവനെ അടിക്കണ്ട. അവിടെ 2-3 തവണ ഉണ്ടായിരുന്നു. അവൻ്റെ ടീംമേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡ്രോപ്പിൻ്റെ അവിടെ അവനെ കൊല്ലാൻ നേരം ചെറിയ നെറ്റ് പിങ്ങൊക്കെ അടിച്ച് കൊല്ലാൻ നേരം വുഡൻ വീട്ടിൽ ചുമപ്പണൊക്കെ അടിച്ച് അപ്പനെ പോകുമ്പോൾ പറഞ്ഞാൽ ശരിയില്ല. അവനെ കുത്തി അങ്ങ് പിടിച്ചങ്ങ് SVD കുത്തി അങ്ങ് പിടിച്ചങ്ങ് കൊന്നു. 3 അടിക്ക് ചത്ത്. SVDയുടെ മറ്റേ എന്താനിവേഴ്സറി വന്ന മറ്റേ ഇവൻറ്റിലെ ഒരു ചിപ്പില്ലയോ 90 അതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ അവൻ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. സാൻഡിന് ഇട്ടിട്ട് പോകുന്ന നേരം ആണെങ്കിൽ സാൻഡിന് പൊട്ടിക്കാൻ നോക്കുന്നത്. അപ്പോൾ സാൻഡിന് കാര്യങ്ങളൊക്കെ പൊട്ടി. പക്ഷെ അവനെ ഞാൻ ഒരു 54 കൊടുത്ത് ഒരു 67 3 67 കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡൗൺ ഇട്ടു. അപ്പം മറ്റേ SVDയുടെ വൈനേക്കാട്ടി മേലോട്ടല്ലേ 99 ലെവൽ. അപ്പം ഗ്ലോൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് ഫിനിഷാക്കി 6 കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ നമ്മൾ ലൂട്ടൊക്കെ അടിച്ച് ഇങ്ങനെ നടന്ന് പോകാൻ നേരം
അവിടെ എങ്ങനെ എനിമീസ് ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ കാര്യങ്ങൾക്ക് ഒരുത്തിനെ അങ്ങ് ഡൗൺ ഇട്ട് ബാക്കിൽ 3 അമ്മമാരുണ്ടായിരുന്നു. ഒരുത്തിന് ഫുൾ ഡാമും ഒരുത്തിന് മറ്റവനും കൂടെ അവനെയും ഡൗൺ ഇട്ട് പിന്നെ നമ്മൾ മെഡടിച്ച് തോനെ മെഡും കാര്യങ്ങൾക്കില്ല ഒരു സൂപ്പർ ഇട്ട് അടിച്ച് ആവശ്യം ഓടിപ്പോയി പൊക്കാൻ പോയി കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല. അത് എറിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ മെഡടിക്കുമായിരുന്നു. നമ്മളങ്ങനെ മെഡടിച്ച് ഇങ്ങനെയൊക്കെ നേരം മറ്റേ നോക്കാകുമ്പോൾ HP കയറത്തില്ല, മറ്റേ ജോട്ട ക്യാരക്ടർ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് 2 ഡൗണും കിട്ടി, ഡാമും കിട്ടിയായിരുന്നു. ഞാൻ ലോഞ്ച് പാഡ് ആവശ്യം കൂടെ പൊക്കാനും ശ്രമിച്ചു. പെട്ടെന്ന് പ്രഷറായി അങ്ങ് അവിടെ ചാടി. കഴപ്പായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നെന്ന് അപ്പോഴാണ് തോന്നി. ഇഷ്ടം പോകാൻ പൊക്കിയും കഴിഞ്ഞ് ഒരു അടി പോലും കൊണ്ടില്ല. നമ്മൾ അവിടെ കിടന്ന് അങ്ങ് ചത്ത്. പിന്നെ നമ്മൾ അങ്ങനെ ചത്തിട്ട് അവൻ എങ്ങനെ അടിച്ചെന്ന് ഇങ്ങനെ അറിയാതെ അവിടെ ഒന്ന് നെക്കിപ്പോയി. അപ്പം ഇനി അതും കണ്ടുകൊണ്ട് അപ്പോഴാണ് അങ്ങ് മാറ്റിയത്. അവന്മാർ ഇഷ്ടം പോലെ പ്ലേസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കഴപ്പായിരുന്നു, അങ്ങോട്ട് കയറണ്ടായിരുന്നു. ഇപ്പോഴേ ഓർത്ത് ലോങ്ങിൽ നിന്ന് അടിച്ച് കില്ലെങ്കിലും കുമ്മായിരുന്നു. അങ്ങനെ നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗിൽഡ് പ്ലേയേഴ്സ് ഒരുത്തരാണെങ്കിൽ അവൻ്റെ പൊക്കിയിട്ടായിരുന്നു അമ്മമാർ എന്ന് അവിടെ പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ ഇറങ്ങിയാലോ എന്ന് വെച്ച് കുറച്ച് പ്ലേയേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ. ഇവിടെ മാക്ടണും ഉണ്ടല്ലോ, 600 ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ചാടിയിട്ട് അവന്മാരെ കൊന്നിട്ട് മറ്റേ പുതിയ അങ്ങനെയെങ്കിലും കോയിന് കിട്ടുമല്ലോ, അപ്പം റിവൈവ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന് ഇങ്ങനെ ലൂട്ടടിക്കുമായിരുന്നു. വേണ്ടായിരുന്നു അപ്പോഴാണ് തോന്നുന്നത്. അവനെയും കാര്യങ്ങൾക്ക് വെറുതെ ചൊറിഞ്ഞ് 2 ഡാമേജ് കൊടുത്ത്. പിന്നെ ഞാൻ സാൻഡിനെ എടുത്ത് ബാക്കിലോട്ട് ഓടി അങ്ങനെ ഒരു മരത്തിൻ്റെ ബാക്കി കവർ എടുത്തേക്ക് നമ്മൾ കാര്യങ്ങൾ അങ്ങനെ കവർ എടുത്തേക്കാൻ നേരം അങ്ങ് ചത്തിട്ടുണ്ട് ബാക്കിൽ നിന്ന് അടിച്ച്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ടീമേറ്റും ചത്ത് നമുക്ക് കുറച്ച് പ്ലസ് കിട്ടും. ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരു 10 സബ്സ്ക്രൈബർ അടിക്കണം, എന്നിട്ട് 50 അടിക്കണം. 50 അടിക്കുമ്പോൾ നമുക്ക് ലൈവൊക്കെ കാണും. ഓക്കെ, ബായ്.